നൈറ്റ് ലൈവിൽ അപ്പൊ ഗബ്രിയും ജാസ്മിനും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജാസ്മിൻ കഴിഞ്ഞ ദിവസം ഗബ്രിയോട് പ്രണയമാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന് ഗബ്രി പറഞ്ഞ ഉത്തരവൊന്നും ജാസ്മിൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജാസ്മിൻ അത് വളരെയധികം വിഷമമായെന്നൊക്കെ ജാസ്മിൻ പറയുകയുണ്ടായി. അപ്പൊ ഗബ്രിയോട് അതിനെപ്പറ്റിയൊക്കെ തന്നെയാണ് ജാസ്മിൻ വീണ്ടും സംസാരിക്കുന്നത്. അപ്പൊ ഗബ്രി തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണെന്നും നിന്നോട് എനിക്ക് പ്രണയമുണ്ടെന്നും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഗബ്രി പറയുന്നത്, പുറത്തു പോയിട്ട് ഞാൻ എന്റെ ഫുൾ ഇമോഷൻസും കാണിക്കാം, എനിക്ക് ഇതിൽ കൂടുതൽ ഇവിടെ പറയാൻ പറ്റില്ല എന്നുള്ളതും, നിനക്ക് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നീ വിഷമിക്കാതെ ഇരിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ജാസ്മിനോട് ഗബ്രി സംസാരിക്കുന്നത്. ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ രണ്ടുപേരും ഒരു മാനസിക സമ്മർദ്ദത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും പ്രണയം ഉണ്ടാവാം, അങ്ങനെ സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് ഗബ്രി ജാസ്മിനോട് സംസാരിക്കും. അപ്പൊ ജാസ്മിൻ പറയും, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞെന്ന് പറയും. പിന്നെ അവർ തമ്മിൽ വഴക്കാവും. അപ്പൊ പറഞ്ഞ പോലെ തന്നെയാണോ ഇപ്പോഴും പറയാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഗബ്രി പറയുന്നത്. ഗബ്രിക്ക് ശരിക്കും ക്യാമറയും കാര്യങ്ങളൊക്കെ കാരണം പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ഗബ്രി അവിടെ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും തുറന്നു പറയുമ്പോഴത്തേക്ക് നീ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലെന്നും ഗബ്രി ജാസ്മിനോട് പറയുകയുണ്ടായി. ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ ആർക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്, ഒന്നും ഇല്ലാണ്ടായി, ആരും ഇല്ലാണ്ടായി എന്നൊക്കെ ഉള്ളതാണ്. ജാസ്മിൻ മൊത്തത്തിൽ എല്ലാ റിലേഷൻഷിപ്പും പോയി എന്നുള്ള സംഭവം തന്നെയാണ് ജാസ്മിന്റെ മൈൻഡിൽ. പിന്നെ വീട്ടുകാർക്കും തന്നെ ഇഷ്ടമല്ലേ എന്നുള്ളതും പുറത്തെ കാര്യങ്ങളും എല്ലാം തന്നെയാണ് ജാസ്മിനെ എഫക്ട് ചെയ്തിട്ടുള്ളത്. ഗബ്രി ആയിട്ട് ജാസ്മിനോട് പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഞാൻ നീ പറയുന്ന പോലെയൊക്കെ തന്നെ ബിഹേവ് ചെയ്യാം, പിന്നെ ഞാൻ അനാവശ്യമായിട്ട് മനഃപൂർവ്വം ഒരു കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഫ്രണ്ട്സ് ആയിട്ടല്ലേ ഇരിക്കേണ്ടത്, നമുക്കിനി അങ്ങനെ ആവാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട്, നീ പ്രണയം പറഞ്ഞു, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു, ഞാനും പ്രണയം പറഞ്ഞു, നീ അത് അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ നമുക്ക് രണ്ടുപേർക്ക് അറിയാം ഇത് നടക്കില്ല എന്നുള്ളത്, ഇനി ഇത് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് മെച്യൂർ ആയിട്ടാണ് നമ്മൾ ടോക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിനോട്. ജാസ്മിൻ അപ്പൊ ആകെ വിഷമിച്ച് തളർന്നിരിക്കുകയാണ്. ജാസ്മിൻ പറയുന്നുണ്ട്, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഔട്ട് ആയാൽ മതിയായിരുന്നു അഭിഷേകിന് പകരം എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്കും അടുത്ത പോലെയാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. ഗബ്രി എന്തോരം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും ജാസ്മിന് മനസ്സിലാകുന്നില്ല. മെയിൻ ആയിട്ട് പുറത്തെ റിലേഷൻഷിപ്പ് പോയോ എന്നുള്ള പ്രശ്നം തന്നെയാണ് ജാസ്മിനെ അലട്ടുന്നത്. ഒരുപാട് ഓപ്പൺ ആയിട്ടപ്പോ ജാസ്മിൻ അവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഗബ്രി അതിനായിട്ട് പറയുന്നുണ്ട്, ഈ പ്രശ്നം ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഫ്രസ്ട്രേഷൻ ആണ്, ഞാൻ ഇവിടുത്തെ എല്ലാം തല്ലി തകർക്കാൻ വരെയുള്ള ഫ്രസ്ട്രേഷൻ എനിക്ക് ഉണ്ട്, ഞാൻ പിന്നെ ഒന്ന് കാമാക്കി വച്ചേക്കണയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രി പറയുന്നുണ്ടായിരുന്നു, ഇതിന്റെ ഉള്ളിൽ നമ്മൾ രണ്ടുപേരും അങ്ങനെ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെയുള്ളൊരു ഇഷ്ടമൊക്കെ വന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ രണ്ടുപേരും കണ്ണിൽ നോക്കി ഇഷ്ടം പറഞ്ഞു, ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല, നീ എന്തിനാണ് നിന്നെ തന്നെ ഇങ്ങനെ ഡൗൺ ആക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിന്നോട് കാണിച്ചിട്ടുള്ള 90% കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും തന്നെ ചെയ്യുന്നതാണ്, എനിക്ക് അതിലൊരു തെറ്റും തോന്നുന്നില്ല, ഈ പ്രണയം കാരണം നമ്മുടെ സൗഹൃദവും കൂടെ ഇല്ലാണ്ടാവുകയാണെന്നൊക്കെ ഗബ്രി പറയുകയുണ്ടായി. എന്റെ ജീവിതാവസാനം വരെ എനിക്ക് വേണ്ട സൗഹൃദങ്ങളിൽ ഒന്നാണ് നീ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗബ്രി ഓരോന്ന് പറയുമ്പോഴും ജാസ്മിനോടെ കരഞ്ഞുകൊണ്ട് വിഷമത്തിൽ തന്നെ ഇരിക്കുകയാണ്. ജാസ്മിനോട് ഇടയ്ക്ക് പോയി കിടന്നുള്ള ഒരുപാട് പ്രാവശ്യം ഗബ്രി പറയുന്നുണ്ട്, പക്ഷെ ജാസ്മിൻ പോയി കിടക്കുന്നില്ല. നിന്നെ ഇങ്ങനെ ഇരുത്തിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ലെന്നും പറഞ്ഞ് ജാസ്മിൻ അങ്ങനെ ഇരിക്കുകയാണ്. ലാസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ റൂമിൽ പോയി കിടക്കുന്നുണ്ട്.